സിംഗപ്പൂർ ചരക്ക് കപ്പലിലെ അഗ്നിബാധ ഒരു പരിധിവരെ അണച്ചു എന്ന് കോസ്റ്റ് ഗാർഡിന്റെ പ്രതികരണം വരുന്നു. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. കപ്പൽ 10-15 ഡിഗ്രി വരെ ഇടത്തേക്ക് ചെരിഞ്ഞു. പ്രദേശത്ത് കനത്ത മഴയാണിപ്പോൾ ഉള്ളത്. സ്നേഹമോൾ ഞാൻ ചേരുന്നുണ്ട്. സ്നേഹ, കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് കപ്പൽ പൂർണ്ണമായും കത്തി അമരുന്ന ഒരു സാഹചര്യം എത്തുമ്പോൾ ഇതിന്റെ ദിശ സംബന്ധിച്ച് ഇതിന്റെ അവശിഷ്ടങ്ങളും ബാക്കിയുള്ള കാർഗോയുടെ അവശിഷ്ടങ്ങളൊക്കെ ഏത് മേഖലയിലേക്ക് സഞ്ചരിക്കുന്നു? കേരള തീരത്തെ സംബന്ധിച്ചോളം ആശ്വാസം എത്രത്തോളമുണ്ട്? നിലവിൽ കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരമനുസരിച്ച് കേരള തീരത്തുള്ളവർക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് പറയുന്നത്. അല്പസമയം മുമ്പാണ് ഈ തിങ്കളാഴ്ച ഏകദേശം 9 അടിയോടുകൂടി തീപിടുത്തമുണ്ടായ സിംഗപ്പൂരിന്റെ പതാക വഹിച്ചുകൊണ്ടുള്ള കപ്പലിന് വാൻഹൈ എന്ന ചൈനീസ് കപ്പലിന് തീപിടുത്തമുണ്ടായത്. നിലവിൽ കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരമനുസരിച്ച് തിങ്കളാഴ്ച മുതൽ ഈ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ തീയണച്ചിരിക്കുകയാണ്. പക്ഷെ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കപ്പൽ 10 മുതൽ 15 ഡിഗ്രി വരെ ചെരിഞ്ഞിരിക്കുകയാണ് നിലവിൽ. പക്ഷേ കപ്പലിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നുമുണ്ട്. മാത്രമല്ല എല്ലായിടത്തും കനത്ത മഴ തുടരുകയാണ്. ഈ തീപിടുത്തമുണ്ടായ പ്രദേശത്തും കനത്ത മഴയാണ്. ഈ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനത്തിന് രാവിലെ ഈ തീ അടയ്ക്കാനുള്ള ശ്രമത്തിൽ പങ്കുചേരാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ തീ അടയ്ക്കാനുള്ള ഈ ഒരു സെഷനിൽ ഈ ഡോണിയർ വിമാനം തീ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ കോസ്റ്റ് ഗാർഡിന്റെ സമുദ്രപ്രഹരി, സജ്ജയത് തുടങ്ങിയ കപ്പലുകളായിരുന്നു സംഭവ സ്ഥലത്തെത്തി ഈ തീ അടയ്ക്കാനുള്ള ശ്രമത്തിൽ ആദ്യം മുതൽ തന്നെ പങ്കാളിയായത്. കൊളംബിയയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പലിനായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഏകദേശം 9 അരയോടുകൂടി തീപിടുത്തമുണ്ടായത്. കപ്പലിന്റെ ഏറ്റവും താഴത്തെ ഡെക്കിലായിരുന്നു തീപിടുത്തമുണ്ടായത്. ഉച്ചയോടുകൂടി ഏകദേശം ഒരു 12:40 കപ്പലിന്റെ മറ്റ് കണ്ടെയ്നറുകളിലേക്കും തീ വ്യാപിക്കുകയായിരുന്നു. ഏതായാലും വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് ഇത്. ഏകദേശം 22 ജീവനക്കാരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ 4 പേർക്കുള്ള തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഗുരുതരമായി പൊള്ളലേറ്റവരും അല്ലാത്ത ജീവനക്കാരും കപ്പലിലുണ്ടായിരുന്നു. മേലും ഇവരെ 22 പേരെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ കോസ്റ്റ് ഗാർഡ് നൽകുന്നത്. ശരി, സ്നേഹമുള്ള വിവരങ്ങൾ നൽകിയത്.